ഹന്ന എന്ന പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന കാലത്ത് മനുഷ്യനും വോൾഫും ചേർന്ന ഒരുത്തരുമായിട്ട് പ്രണയത്തിലാകും. അങ്ങനെ അവർ തമ്മിലുള്ള റിലേഷനിൽ 2 കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികൾ അവനെ പോലെ വോൾഫും മനുഷ്യനും ചേർന്നതാണ്. ഇതിനുശേഷം ഹന്നയുടെയും അവരുടെയും ജീവിതത്തിൽ പിന്നീട് എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. ഒരു ജാപ്പനീസ് അനിമയാണ് ഇത്. 2012 പുറത്തിറങ്ങിയ മൊമോറോ ഹസഡ എന്ന സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓൾ ചിൽഡ്രൻ എന്ന കഥയാണ്. അവരോടും വളരെ മാന്യമായും അച്ചടക്കത്തോടും പെരുമാറുന്ന ഒരു പാവം പെൺകുട്ടിയാണ് ഹന്ന. അവൾ ഒന്നിനെക്കുറിച്ചും മനസ്സ് വിഷമിപ്പിക്കാതെ ജീവിക്കുന്ന പെൺകുട്ടിയാണ്. തനിച്ച് ജീവിക്കുന്നതിനോടൊപ്പം കോളേജിൽ പാർട്ട് ടൈം ആയിട്ട് ഒരു ഡ്രൈ ക്ലീൻ ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. എനിക്കുള്ള ജീവിതമായതുകൊണ്ട് ഹന്നയ്ക്ക് ആകെപ്പാടെയുള്ള കൂട്ടെന്ന് പറയുന്ന ബുക്സ് വായിക്കുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഹന്ന ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു പുതിയൊരു പയ്യനെ കാണും. അവനെ പരിചയപ്പെടാൻ ചെന്നപ്പോഴാണ് ഹന്നയ്ക്ക് മനസ്സിലാകുന്നത് അവൻ ഇവിടെ പഠിക്കുന്ന പയ്യനല്ല. എന്നാലും അവന്റെ ലുക്കും ബിഹേവിയറും കണ്ട് ഹന്ന അവനോട് എന്റെ ബുക്സ് തരാമെന്ന് പറയും. നിനക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും ഷെയർ ചെയ്ത് പഠിക്കാമെന്ന് പറയും. ഇത് കേട്ട പയ്യൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹന്നയ്ക്ക് ആ ചെക്കനെ ഒത്തിരി ഇഷ്ടമാകുന്നു. അങ്ങനെ അവനെ കുറിച്ച് മാത്രം ആലോചിക്കുന്നു. അടുത്ത ദിവസവും അവനെ കാണാനുള്ള ആഗ്രഹത്തിൽ അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കോളേജിൽ പോകും. കുറെ നേരമായിട്ടും കാണുന്നില്ലല്ലോ എന്ന ഹന്ന ആലോചിക്കുന്ന സമയത്ത് അവൻ കോളേജിൽ ഓടി വരുന്നത് ഹന്ന കാണും. അങ്ങനെ അവൻ വന്നതും അവളുടെ ടെക്സ്റ്റ് ബുക്ക് ഷെയർ ചെയ്തിട്ട് അവനുമായിട്ട് ഫ്രണ്ടാകുന്നു. ഹന്നയ്ക്ക് അവളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു. എന്നാലും എപ്പോഴും ചിരിച്ചിട്ടുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അവളുടെ കഥകളെല്ലാം അവനോട് പറഞ്ഞ് അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നു. അങ്ങനെ റിലേഷൻ കൂടുതൽ വളരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഹന്ന ജോലി കഴിഞ്ഞ് അവർ 2 പേരും ഒരുമിച്ച് കാണുന്ന സ്ഥലത്ത് കാണാൻ ചെന്നപ്പോൾ അവൻ അവിടെ ഇല്ല. അവനെ അവിടെ കാണാൻ പറ്റാത്ത വിഷമത്തിൽ ഹന്ന അവന് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ പാതിരാത്രിയാകും. അവനെ കാണാൻ പറ്റാതെ ശോകം അടിച്ചിരിക്കുമ്പോൾ അവൻ അവിടെ വന്ന് ഐ ആം സോറി എന്ന് പറയുന്നു. ഇത് കേട്ട് ഹന്ന ഒന്ന് ദേശത്തോട് പോലും നോക്കാതെ അവനെ നോക്കി വളരെ ക്യൂട്ടായിട്ട് സ്മൈൽ ചെയ്യുന്നു. അവൻ അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് എന്റെ സീക്രട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷേ നീ എന്തായാലും ആ സീക്രട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് അവളോട് കണ്ണടയ്ക്കാൻ പറയുന്നു. അവൾ കണ്ണടച്ചതും അവൻ പതുക്കെ ഒരു വൂൾഫായി മാറാൻ തുടങ്ങി. ഇത് കണ്ടതും ഹന്ന ഫുൾ ഷോക്കാകുന്നു. അവൻ അവളെ കണ്ടതും ഒന്നും മിണ്ടുന്നില്ല. അപ്പ ഹീറോ ഇപ്പോ എന്നെ കുറിച്ച് എന്തു തോന്നുന്നു? സത്യസന്ധമായിട്ട് പറയാൻ പറയുന്നു. അപ്പോഴും ഹന്ന ഒന്നും മിണ്ടാതെ ഷോക്കായി തന്നെ നിൽക്കുന്നു. അത് കണ്ട ഹീറോ നീ എന്നെ കണ്ട് പേടിച്ചത് കൊണ്ട് എന്നോട് ഒരിക്കലും മിണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് ഹന്ന ഞാൻ നിന്നെ കണ്ട് പേടിച്ചൊന്നുമില്ല. ഈ രൂപം കണ്ടിട്ട് നിന്നെ വിട്ടു പോവുകയുമില്ല. ഈ രൂപം കണ്ടിട്ട് എനിക്ക് കൂടുതൽ സ്നേഹം തോന്നുന്നു എന്ന് പറയുന്നു. ഇത് കേട്ടതും വൂൾഫ് മാനായ ഹീറോ ഭയങ്കര സന്തോഷമാവുകയും പക്ഷെ അവൻ പുറത്ത് കാണിക്കുന്നുമില്ല. അങ്ങനെ അവരുടെ റിലേഷൻ ഡീപ്പായി വളരാൻ തുടങ്ങി. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാതെ ഒരുമിച്ച് സന്തോഷത്തോടെയിരിക്കുന്നു. ഒരു ദിവസം ഹന്ന പ്രഗ്നന്റ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. യൂണിവേഴ്സിറ്റി ഡിഗ്രിയും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ കുട്ടികളെ വളർത്താൻ ഹന്ന തീരുമാനിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയ കുട്ടി വല്ല വൂൾഫാണെന്നറിഞ്ഞാൽ എന്ന് പേടിച്ച് ചെക്കപ്പ് ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ നിൽക്കുന്നു. വൂൾഫായ ഹീറോ ഹന്നയ്ക്ക് ഒരു കുറവും വരാതെ സ്നേഹത്തോടെയും കരുതലോടെയും നോക്കുന്നു. അവർ താമസിച്ചുകൊണ്ടിരുന്ന ചെറിയ അപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ അവർക്ക് സുന്ദരിയായ പെൺകുട്ടി ജനിക്കുന്നു. അതിൽ വളരെ സന്തുഷ്ടരായ 2 പേരും ആ കുട്ടിക്ക് യൂക്കി എന്ന് പേരിടുന്നു. നമ്മുടെ ഹീറോ ഡെലിവറി ചെയ്യുന്ന ജോലി ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് 3 പേർക്കും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. 1 വർഷം കഴിഞ്ഞ് അവർക്കൊരു ആൺകുട്ടി ജനിക്കുന്നു. അവർ അവന് എമി എന്ന് പേര് വെക്കുന്നു. എമി ജനിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വൂൾഫ്മാനായ ഹീറോ ആക്സിഡന്റിൽ മരിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഹന്ന വിഷമിക്കുന്നു. ഈ കുട്ടികൾക്ക് വേണ്ടി സന്തോഷമായി ജീവിക്കണമെന്ന് ഹന്ന തീരുമാനിക്കുന്നു. അതെ, അത് തന്നെയായിരിക്കും ഹീറോയുടെ ആഗ്രഹം. അവർക്കുണ്ടായിരുന്ന എല്ലാ സേവിങ്സും ഉപയോഗിച്ച് അവരെ ഹന്ന വളർത്തുന്നു. പതുക്കെ വളരുന്തോറും യൂക്കി കൺട്രോളില്ലാതെ വൂൾഫായി മാറാൻ തുടങ്ങി. ഇതുകൊണ്ട് ഒരുപാട് കുരുത്തക്കേടും അവർ ഉണ്ടാക്കി. മാമിയും എത്ര കുരുത്തക്കേട് കാണിച്ചാലും അതിലൊന്നും ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെയും നോക്കുന്നു. എങ്ങനെ വളർത്തുമെന്നും അറിയാതെ ഹന്ന പല ബുക്സും റെഫർ ചെയ്ത് നോക്കും. എത്ര നോക്കിയാലും സ്നേഹിച്ച് വളർത്തിയാലും നെയ്ബേഴ്സ് പലരും അവരുടെ വീട്ടിൽ നിന്ന് വോൾഫിന്റെ സൗണ്ട് വരുന്നു എന്ന് പറഞ്ഞ് ഹന്നയോട് കംപ്ലൈന്റ് ചെയ്യുന്നു. വേറെ ചിലരാണെങ്കിലും എക്സ്ട്രീമായിട്ട് നിന്റെ കുട്ടികൾക്ക് ഇൻജക്ഷൻ വല്ല എടുത്തിട്ടുണ്ടോ, അവരെ വേറെ സ്ഥലത്ത് മാറ്റണോ എന്ന ചോദ്യങ്ങളുമായി വരാൻ തുടങ്ങിയപ്പോൾ ഹന്ന എല്ലാവരെയും പിടിച്ച് പുറത്താക്കും. ഇതൊന്നും അറിയാതെ വളരെ സമാധാനത്തോടെ ടൈറ്റ് കിടന്നുറങ്ങുകയാണ്. നമ്മുടെ യൂക്കിയും ആമിയും ഇതൊന്നും താങ്ങാൻ പറ്റാതെ ഹന്ന അവരെയും കൂട്ടിയിട്ട് ഹീറോ അവന്റെ പേരൻസിന്റെ കൂടെ നിന്നിട്ടുള്ള താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഹന്ന പോകുന്നു. അവിടെ ഒറ്റപ്പെട്ടൊരു വീട് ഹന്ന എടുക്കുന്നു. ആ വീട് വളരെ നശിച്ച അവസ്ഥയിലായിട്ടും കുട്ടികളെ നോക്കി ഹന്ന പതുക്കെ ശരിയാക്കുന്നു. ആ വീട്ടിലുള്ളത് കുറച്ച് വലിയ ഡാമേജ് ആയിട്ടും അതെല്ലാം ശരിയാക്കി കുട്ടികളെ നോക്കി ഹന്ന ജീവിക്കുന്നു. അവരുടെ കയ്യിലുള്ള സേവിങ്സ് തീരാറായപ്പോൾ പച്ചക്കറി കൃഷി തുടങ്ങാൻ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് പല ബുക്സും വായിച്ചിട്ട് പഠിച്ച് നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നു. എന്നിട്ടും കൃഷികളെല്ലാം നശിച്ചു പോകുന്നു. അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ആ നാട്ടിലെ നിരാസാക്ക എന്ന പ്രായമുള്ള ഒരു അപ്പൂപ്പ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ആ നാട്ടിലേക്ക് തന്നെ ആദ്യമായിട്ട് വന്നപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും അവളെ എന്തോ പോലെ നോക്കിയിട്ട് ഒരു ഹെൽപ്പ് പോലും ചെയ്യില്ലായിരുന്നു.
നിരാസാക്ക പുറമെ ദേശക്കാരനാണെങ്കിലും ഹന്നയെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പൂപ്പൻ ഹന്നയെ കൃഷിയെക്കുറിച്ച് ഒരുപാട് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. നിരാസാക്കി ആള് റൂഡാണെങ്കിലും അദ്ദേഹം പറയണമൊന്നും കാര്യമാക്കാതെ ഹന്ന അയാൾ പറയുന്ന പോലെ തന്നെ ചെയ്തു. നിരാസാക്കയുടെ സഹായത്തോടെ ഹന്നയുടെ കൃഷികളെല്ലാം നല്ലതായി തുടങ്ങി. അവിടെയുള്ള എല്ലാവരും ഹന്നയെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഹെൽപ്പ് കൂടി കൃഷികളെല്ലാം നല്ല വിളവുണ്ടാകുന്നു. ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഹന്ന ഒരു ചാക്ക് പൊട്ടറ്റ് കൊടുത്തു. അവർ അതിനു പകരമായിട്ട് അവർ കൃഷി ചെയ്തത് ഹന്നയ്ക്ക് കൊടുക്കുന്നു. വിന്റർ സീസൺ ആയാൽ കൃഷി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ നാട്ടിലെ എല്ലാവരും ആവശ്യത്തിന് ഫുഡ് സേവ് ചെയ്ത് വെക്കാറുണ്ട്. അത് കണ്ട് ഹന്നയും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഹന്നയുടെ കയ്യിലുള്ളത് ചെറിയ ഫ്രിഡ്ജാണെന്ന് മനസ്സിലാക്കി വലിയ ഫ്രിഡ്ജ് കൊടുക്കുന്നു. ഇതെല്ലാം നിരാസാക്കിയാണ് ചെയ്യുന്നത് ഹന്ന മനസ്സിലാക്കുന്നു. ഹന്ന ഈ നാട്ടിൽ വന്നത് ഒരു നല്ല തീരുമാനമാണെന്ന് ഹന്ന മനസ്സിലാക്കുന്നു. വിന്റർ സീസൺ വന്നതും കുട്ടികളെ കൊണ്ട് ഹന്ന കാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ യൂക്കിയും ആമിയും ആ മണ്ണിൽ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമി ഒരു ലേക്കിലോട്ട് വരുന്നു. യൂക്കി ഓടി വന്ന് അവളുടെ അനിയനെ രക്ഷിക്കുന്നു. അമ്മയില്ലാതിരുന്നാൽ കരയുന്ന ആമിക്ക് ഇപ്പോൾ ഭയങ്കര ധൈര്യം വരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ട് യൂക്കി ഹന്നയോട് സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോൾ ആദ്യം ഹന്നയെ സമ്മതിച്ചില്ലെങ്കിൽ പിന്നീട് സമ്മതിച്ചു. സ്കൂളിൽ പോയാൽ വോൾഫായി മാറി ആരെയും പേടിപ്പിക്കരുതെന്ന് പറഞ്ഞു പഠിപ്പിച്ച് സമ്മതിപ്പിക്കുന്നു. അങ്ങനെ സ്കൂളിൽ ചെല്ലപ്പോൾ വെറൈറ്റിയായ സ്വഭാവം കണ്ട് എല്ലാവരും പേടിച്ച് അവളെ അവോയ്ഡ് ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞ് യൂക്കിക്ക് കുറച്ച് ഫ്രണ്ട്സുകൾ കിട്ടുന്നു. സ്കൂളിൽ പോകുന്നത് ഭയങ്കര സന്തോഷമായ വിഷയമാകുന്നു. വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആമിയും സ്കൂളിൽ പോകുന്നു. പക്ഷേ ആമിക്ക് സ്കൂൾ ലൈഫ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു 3 വർഷം പഠിച്ചേ പറ്റുള്ളൂ എന്ന് യൂക്കി പറയുന്നു. ഒരു ദിവസം ഹന്ന ആമിയെയും കൂട്ടി സൂവിൽ പോകുന്നു. അവിടെ വെച്ച് അവൻ ശരിക്കുള്ള വൂൾഫിനെ കാണുന്നു. ആ സൂവിൽ ഹന്നയ്ക്കൊരു ജോലി കിട്ടുന്നു. ആ വൂൾഫിനെ കണ്ടപ്പോൾ ആമിക്കൊരു റിയൽ വൂൾഫ് ആകണമെന്ന ആ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. അങ്ങനെ സ്കൂളിൽ നിന്ന് പോകാതെ ആമി ഫുൾ ടൈം കാട്ടിൽ തന്നെയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ യൂക്കിയുടെ ക്ലാസ്സിൽ സോഹി എന്ന പയ്യൻ പഠിക്കാൻ വരുന്നു. അവൻ എല്ലാവരുടെ പെട്ടെന്ന് ഫ്രണ്ടാകുന്നു. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ സോഹി യൂക്കിയോട് നിന്റെ വീട്ടിൽ നായകളെ വളർത്തുന്നുണ്ടോ പറയുമ്പോൾ യൂക്കി ഇല്ല എന്ന് പറയും. അങ്ങനെ ചോദിക്കുന്നു എന്ന് യൂക്കി തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ സോഹി എനിക്ക് നായയുടെ സ്മെല്ലടിച്ചു എന്ന് പറയും. ഇത് മറ്റു ഫ്രണ്ട്സിനോടും പറയുന്നു. ഇതുകൊണ്ട് യൂക്കി അവനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നു. അവനും വിടാതെ യൂക്കിയുടെ പിന്നാലെ കൂടുന്നു. അതുകൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവനെ അടിക്കുന്നു. അതുകൊണ്ട് അവന്റെ ചെവിയിൽ നിന്ന് ചോര വരുന്നു. ഇതറിഞ്ഞ ഹന്ന സ്കൂളിൽ ചെന്ന് ആരോടും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. യൂക്കി സോഹിയുടെ പേരൻസിനോട് ഹന്ന മാപ്പ് ചോദിക്കുന്നു. സോഹിയുടെ അമ്മ അവർ രണ്ടുപേരും ചീത്ത വിളിക്കുന്നു. ഇത് യൂക്കി ചെയ്തതല്ല, ഇത് വൂൾഫ് ചെയ്തതാണ്. സോഹി പറയണ വിശ്വസിച്ച് ഈ വിഷയം ഒരു പ്രശ്നമാക്കാതെ പ്രിൻസിപ്പളും എല്ലാവരും വെറുതെ വിടുന്നു. എന്നാലും അവരെ ചീത്ത വിളിച്ച് സോഹിയുടെ അമ്മ ഇറങ്ങിപ്പോകുന്നു. കാറിൽ വന്നത് യൂക്കി പൊട്ടിക്കരഞ്ഞ് ഹന്നയോട് സോറി ചോദിക്കുന്നു. യൂക്കി ആ സംഭവത്തിന് ശേഷം സ്കൂളിൽ പോകാതെ ആകുന്നു. യൂക്കി തിരിച്ചു വരാൻ വേണ്ടി സോഹി ഡെയിലി ഹോംവർക്ക് ചെയ്തു കൊടുത്തും ഫുഡ് വാങ്ങിച്ചു കൊടുത്തും ഡെയിലി യൂക്കിയെ കാണാൻ വരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി ഹന്ന അടുത്ത ദിവസം യൂക്കിയെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു. യൂക്കിയുടെ കൂടെ സോഹിയും ചേർന്ന് ഫ്രണ്ട്സായിട്ട് ഹാപ്പിയായിട്ട് പോകുന്നു. ഈ സമയത്ത് സ്കൂളിലൊന്നും പോകാതെ ആമി ഫുൾ ടൈം കാട്ടിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. കാട്ടിൽ വെച്ചിട്ട് സെൻസെ എന്ന ഒരു ഓൾഡ് വോൾഫിനോട് കൂടി കാട്ടിനുള്ളിലെ പല വിഷയങ്ങളും പഠിക്കുന്നു. ഇത് അറിഞ്ഞ ഹന്ന ഒരു ദിവസം ആമിയുടെ കൂടെ ഹന്ന കാട്ടിലേക്ക് പോകുന്നു. ഹന്ന നന്ദിയൊക്കെ പറഞ്ഞ് സെൻസയ്ക്ക് ആഹാരം കൊടുക്കുന്നു. അങ്ങനെ സെൻസയുടെ അടുത്തുനിന്ന് പല വിഷയങ്ങളും പഠിക്കുന്നു. കാട്ടിലിരിക്കുമ്പോൾ ആമി ഭയങ്കര കോൺഫിഡന്റ് ആണ്. അതുകൊണ്ട് ആമി ഫുൾ ടൈം വൂൾഫായിട്ട് ജീവിക്കാൻ ആമി ആഗ്രഹിക്കുന്നു. ആമി യൂക്കിയോട് കാട്ടിൽ വന്ന് ജീവിക്കാൻ പറയുമ്പോൾ എനിക്ക് സ്കൂൾ ലൈഫാണ് ഇഷ്ടമെന്ന് പറയും. എത്ര നാൾ നിന്റെ ഐഡന്റിറ്റി മറിച്ച് മനുഷ്യനായിട്ട് ജീവിക്കുമെന്ന് ആമി ചോദിക്കുമ്പോൾ യൂക്കി ദേഷ്യപ്പെട്ട് രണ്ടുപേരും ചെന്നായികളെ പോലെ കൂടുന്നത് കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ എക്സഹിയാകുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 2 വർഷം കഴിഞ്ഞ് യൂക്കിയുടെ ആമിയുടെ ലൈഫ് എങ്ങനെ ഇരിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. ഇതിന് മറുത്തൊന്നും പറയാതെ ഹന്ന പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് സ്നേഹത്തോടെ വളർത്തുന്നു. ഒരു ദിവസം കാട്ടിൽ ആമി ചെന്നപ്പോൾ സെൻസയ്ക്ക് പരിക്ക് പറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നോക്കി നടത്താൻ ആമിയെ ഏൽപ്പിച്ച കാര്യം ഹന്നയോട് പറയുന്നു. ഇത് കേട്ട ഹന്ന നീ ഇനി തൊട്ട് കാട്ടിൽ പോകണ്ട, എന്നെ ഹെൽപ്പ് ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയുന്നു. കുറച്ചു ദിവസം ഹന്നയുടെ ഇഷ്ടം പോലെ ഓരോന്ന് ചെയ്ത് ആരോടും പറയാതെ ഒരു നാൾ കാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ നല്ല മഴയുള്ള ദിവസം യൂക്കിയെ കൂട്ടിക്കൊണ്ടുപോയി സ്കൂളിലേക്ക് വിളിച്ചപ്പോഴും ഹന്ന ആമിയെ തേടി കാട്ടിലേക്ക് പോകുന്നു. അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് കരുതി ഹന്ന കാട് മുഴുവനും അന്വേഷിക്കുന്നു. ഇതൊന്നും അറിയാതെ യൂക്കി ഹന്നയെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കി എല്ലാവരെയും പേരൻസ് വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി. യൂക്കി വെയിറ്റ് ചെയ്ത് രാത്രി വരെ ഇരിക്കുന്നു. അവൾക്ക് കൂട്ടായിട്ട് സോഹിയും വീട്ടിൽ പോകാതെ സ്കൂളിൽ തന്നെ ഇരിക്കുന്നു. ആമിയെ കാട്ടിൽ അന്വേഷിക്കുന്ന ഹന്ന കരടിയെ കണ്ട് പേടിച്ച് ഉരുണ്ട് താഴെ വരുന്ന ബോധം പോകുന്നു. ഇത് കണ്ട ആമി ഹന്നയെ തൂക്കിയെടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഹന്ന കണ്ണ് തുറന്ന് ആമിയെ നോക്കി നീ ഇല്ലാതെ എങ്ങനെ എനിക്ക് ജീവിക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കരയുന്നു. കുറച്ചു നേരം ഹന്നയെ നോക്കി ഒന്നും മിണ്ടാതെ കാട്ടിലേക്ക് ഓടി മലയുടെ മേളിൽ കയറി ഒരു കാട്ടിലെ നേതാവിനെ പോലെ ഓറിയിടുന്നു.
ഇത് കണ്ട് സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞ ഹന്ന നിന്റെ അച്ഛൻ ഇപ്പോൾ നിന്നെ കണ്ടാൽ ഭയങ്കര സന്തോഷപ്പെടും. അവനെ കാണപ്പോൾ അവനെ അച്ഛനെ പോലെയാണെന്ന് മനസ്സിലാക്കി അവൻ ആ കാട്ടിൽ സന്തോഷമായിരിക്കുന്നുണ്ട്. അവന്റെ സൗണ്ട് കേട്ട് ഹന്ന സന്തോഷപ്പെടുന്നു. യുവക്ക് നന്നായി പഠിച്ച ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്നു. ആ വീട്ടിൽ ആരുമില്ലാതെ ഹന്നയ്ക്ക് കൂട്ടായിട്ട് പഴയ ഓർമ്മകളും അമ്മയുടെ സൗണ്ടുകളും ഒരു ആശ്വാസമായി മാറുന്നു. ലൈഫിൽ എത്ര കഷ്ടപ്പെട്ടാലും ഹന്ന തളരാതെ പിടിച്ചു നിന്ന് ഫൈറ്റ് ചെയ്ത് എല്ലാ വിഷമങ്ങളും മറന്ന് മക്കളെ നന്നായി വളർത്തി വലുതാക്കി. ഒരിക്കൽ പോലും കുട്ടികളെ തല്ലുകയോ ചീത്ത പറയുകയോ ചെയ്യാതെ സ്നേഹത്തോടെയാണ് വളർത്തിയത്. അളവിൽ കവിഞ്ഞ സ്നേഹത്തിന്റെ എക്സാമ്പിളാണ് ഈ അനിമി ചിത്രം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ സിനിമ ഞാൻ തിരഞ്ഞെടുത്തത്. ബോറടിപ്പിച്ചെങ്കിൽ സോറി. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള അനിമയാണ് ചിൽഡ്രൻ.